ഒരു വലിയ കൂട്ടത്തിലേക്ക് മാറ്റം കൊണ്ടുവരാൻ ഒരു വ്യക്തിയാണ് ദൈവം തെരഞ്ഞെടുത്തത്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്കായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഭാര്യയോ ഭർത്താവോ മാത്രമായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ വലിയ കുടുംബത്തിൽ നിന്ന് നിങ്ങൾ മാത്രമായിരിക്കും. പക്ഷെ നിങ്ങൾ സ്വർഗവുമായി ഇന്ന് കണക്ട് ചെയ്യുന്ന ഒരു പ്രാർത്ഥന ഇന്ന് പകൽ ഉയർത്താൻ തയ്യാറാണെങ്കിൽ, ഇന്ന് പകൽ ദൈവത്തെ മുറുകെ പിടിച്ച് കർത്താവേ നീ പ്രവർത്തിക്കാതെ ഞാൻ വിടത്തില്ല, കർത്താവേ നീ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചേ മതിയാകൂ എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഇന്ന് ഈ ആലയത്തിൽ കർത്താവിന്റെ ശബ്ദവും ഇടപെടലും നമുക്ക് അനുഭവിക്കാൻ കഴിയും. കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, I will build my church. ഞാൻ എന്റെ സഭയെ പണിയും. എത്ര മനോഹരമായി! എന്തെല്ലാം കർത്താവിന് ചെയ്യാമായിരുന്നു, എത്ര മണിമകുടങ്ങൾ കർത്താവിന് പണിയാമായിരുന്നു, ആഗ്രഹിച്ചാൽ എത്ര വലിയ കൊട്ടാരം പണിയാമായിരുന്നു. ഇത് ഇന്നലെയോ തുടങ്ങിയതല്ല, 10 വർഷം മുമ്പ് തുടങ്ങിയതല്ല, 100 വർഷം മുമ്പ് തുടങ്ങിയതല്ല. മനുഷ്യന്റെ സൃഷ്ടിപ്പ് മുതൽ ആരാധന ഉയരാൻ തുടങ്ങി. ഏനോശിന്റെ കാലത്ത് ദൈവത്തിന്റെ നാമത്തിൽ ആരാധിച്ചവൻ 100 നില കെട്ടിടമുള്ള അതുകൊള്ളാം, അന്ന് തുടർന്നേക്കമല്ലല്ല. അവരാരാധിച്ച ദൈവത്തിന്റെ ശ്രേഷ്ഠത കൊണ്ട്, അവരാരാധിച്ച ദൈവം ആദ്യനും അന്ത്യനുമായിരുന്നത് കൊണ്ട്, അവർ അൽഫയും ഒമേഗയുമായിരുന്നത് കൊണ്ട്, ഇന്നലെയും ഇന്നും എന്നേക്കും വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഏനോശ് മരിച്ചുപോയി. അവന് ശേഷം ആരാധിച്ച നോഹ മരിച്ചുപോയി. അവന് ശേഷം ആരാധിച്ച ഇസാക്ക് മരിച്ചുപോയി. പക്ഷെ ദൈവത്തിന്റെ നാമത്തിലുള്ള ആരാധന ഇന്നും തീർന്നു പോയിട്ടില്ല. കാരണം നമ്മുടെ ദൈവം ആൽഫ ഒമേഗ, ആദ്യനും അന്ത്യനും.